ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ ഇൻഡിസിസീവ്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത് മാർക്കറ്റിൻ്റെ ഇൻഡിസിസീവ്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. മാർക്കറ്റ് ഹയർ സൈഡിലേക്ക് നീങ്ങണമോ അതേ ലോവർ സൈഡിലേക്ക് പോകണമോ എന്നുള്ള ഒരു കൺഫ്യൂഷനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള മൂവ്മെൻ്റാണ് കഴിഞ്ഞ ദിവസവും മാർക്കറ്റിൽ പ്രകടമായത്. ഈ സാഹചര്യത്തിൽ 5 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പരിഗണിക്കാവുന്നതാണ്. ഇവിടെ 27,500 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും 26,000, 26,200 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസായി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടാറ്റ ക്യാപിറ്റലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ ടോട്ടൽ ഇൻകം 7% വർദ്ധിച്ച് 7,192 കോടിയിൽ നിന്നും 7,750 കോടിയിലേക്കെത്തി. നെറ്റ് പ്രോഫിറ്റ് 2% വർദ്ധിച്ച് 1,076 കോടിയിൽ നിന്നും 1,097 കോടിയിലേക്കെത്തി. M&M ഫിനാൻഷ്യലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ടോട്ടൽ ഇൻകം 12% വർദ്ധിച്ച് 4,479 കോടിയിൽ നിന്നും 5,049 കോടിയിലേക്കെത്തി. നെറ്റ് പ്രോഫിറ്റ് 45% വർദ്ധിച്ച് 384 കോടിയിൽ നിന്നും 564 കോടിയിലേക്കെത്തി. അദാനി ഗ്രൂപ്പിലെ അദാനി ഗ്രീൻ, അദാനി ടോട്ടൽ ഗ്യാസ് തുടങ്ങിയ സ്റ്റോക്കുകളെ ഇന്ന് ഫോക്കസ് ചെയ്യാം. അദാനി ഗ്രീനിൻ്റെ എബിറ്റ 17%, നെറ്റ് പ്രോഫിറ്റ് 25% ഉയർന്നു. മാർജിൻ 73% നിന്നും 86% മെച്ചപ്പെട്ടു. അദാനി ഗ്രീനിൻ്റെ പ്രോഫിറ്റ് 515 കോടിയിൽ നിന്നും 644 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. അതേസമയം റവന്യൂ ഏറെക്കുറെ ഫ്ലാറ്റാണ്. അദാനി ടോട്ടൽ ഗ്യാസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 1% ഇടിഞ്ഞു. 165 കോടിയിൽ നിന്നും 163 കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞപ്പോൾ എബിറ്റ 293 കോടിയിൽ നിന്നും 295 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 5% വർദ്ധിക്കുകയും ചെയ്തു. ജിൻഡാൽ സ്റ്റീലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 5% ഇടിഞ്ഞ് 12,294 കോടിയിൽ നിന്നും 11,686 കോടിയിലേക്കെത്തി. എബിറ്റ 30% ഇടിഞ്ഞപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 57% ഇടിഞ്ഞ് 1,494 കോടിയിൽ നിന്നും 638 കോടിയിലേക്കെത്തി. പ്രീമിയർ എനർജീസിൻ്റെ റവന്യൂ 20% വർദ്ധിച്ചു. നെറ്റ് പ്രോഫിറ്റ് 71% വർദ്ധിച്ചു. മാർജിൻ 24% നിന്നും 30% എത്തുകയും എബിറ്റ 381 കോടിയിൽ നിന്നും 561 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. ഐഡിയ ഫോർജിൻ്റെ റവന്യൂ 9% വർദ്ധിച്ചു. കമ്പനിയുടെ നെറ്റ് ലോസ് 13 കോടിയിൽ നിന്നും 19 കോടിയിലേക്ക് ഉയരുകയും എബിറ്റ ലോസ് 15 കോടിയിൽ നിന്നും 11 കോടിയിലേക്ക് കറക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഡ്രോൺ മാനുഫാക്ചറിംഗ് സെക്ടറിലെ ഐഡിയ ഫോർജ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ക്യാംസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 14 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമ്പനിയുടെ റവന്യൂവും പ്രോഫിറ്റും 5%-ലേറെ ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് 5.4% വർദ്ധിച്ച് 109 കോടിയിൽ നിന്ന് 115 കോടിയിലേക്ക് എത്തിയപ്പോൾ എബിറ്റ 7.2% വർദ്ധിച്ച് 133 കോടിയിൽ നിന്ന് 143 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 6.4% വർദ്ധിച്ച് 384 കോടിയിൽ നിന്നും 377 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. ഹാപ്പിയസ്റ്റ് മൈൻഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 4% വർദ്ധിച്ച് 550 കോടിയിൽ നിന്നും 574 കോടിയിലേക്കെത്തി. എബിറ്റ 6.7% വർദ്ധിച്ച് 71 കോടിയിൽ നിന്നും 76 കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 57 കോടിയിൽ നിന്നും 54 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. റെഡ് ടേപ്പ് എന്ന കമ്പനി സൺഗ്ലാസ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ റെഡ് ടേപ്പ് എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. സ്വാൻ എനർജി എന്ന കമ്പനി ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്സ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി മസഗോൺ ഡോക്കുമായി ചേർന്ന് ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വാൻ ഡിഫൻസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. വാഷിംഗ് മെഷീൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി ഹാവൽസ് ഇന്ത്യ 60 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. സീമാക് എന്ന കമ്പനി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗുമായി ചേർന്ന് 1000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. CESC എന്ന കമ്പനിക്ക് സോളാർ എനർജി കോർപ്പറേഷൻ്റെ സൈഡിൽ നിന്നും 300 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്രോജക്റ്റ് ആൻഡ് എനർജി സ്റ്റോറേജ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓർഡർ ലഭിച്ചു. DCM ശ്രീരാം എന്ന കമ്പനി ശ്രീരാജ് സോൾട്ട് ആൻഡ് കെമിക്കൽ വർക്ക്സ്, ദേവാഗൻ സോൾട്ട് ഫിം, മാരുതി സോൾട്ട് ഫാം, മൊണക് സോൾട്ട് വർക്ക്സ് തുടങ്ങിയ കമ്പനികളുടെ 100%-ഓളം സ്റ്റേക്കുകൾ 175 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. എക്സൈഡ് ഇൻഡസ്ട്രീസ് എക്സൈഡ് എനർജി സൊല്യൂഷനിൽ 65 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഹഡ്കോ എന്ന കമ്പനി മാരിടൈം ഐക്കോണിക് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി IIM കൽക്കട്ട
പാരാദീപ് പോർട്ട് അതോറിറ്റി, വിശാഖപട്ടണം പോർട്ട് അതോറിറ്റി തുടങ്ങിയ കമ്പനികളുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു. BPCL എന്ന കമ്പനി റിഫൈനിങ്, പെട്രോകെമിക്കൽസ്, ഗ്രീൻ എനർജി തുടങ്ങിയ സെക്ടറുകളിൽ മൾട്ടി ഡയമെൻഷണൽ ഗ്രോത്ത് കൈവരിക്കുന്നതിന് വേണ്ടി ഓയിൽ ഇന്ത്യ, ഫാക്ട് തുടങ്ങിയ കമ്പനികളുമായി ചേർന്ന് പാക്റ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. CMS ഇൻഫോസിസ്റ്റം സെക്യൂറൻസ് സിസ്റ്റം എന്ന കമ്പനിയുടെ 12 ലക്ഷം ഷെയറുകൾ അല്ലെങ്കിൽ സെക്യൂറൻസ് സിസ്റ്റം എന്ന കമ്പനിയുടെ 99.5% സ്റ്റേക്കുകൾ അക്വയർ ചെയ്തു. സിർമ SGS ടെക്നോളജി എന്ന ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഈ കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ സിർമ സ്ട്രാറ്റജിക് ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ് മാനുഫാക്ചറിംഗ് സ്കീമിൻ്റെ ബെനിഫിറ്റും അതോറിറ്റിയും അപ്രൂവലും ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്